കേരളത്തെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിന് എയിംസ് അനുവദിക്കുന്നതിന് വേണ്ടി ഒപ്പം നിൽക്കും. MK രാഘവന്റേത് ദുരുദ്ദേശപരമായ രാഷ്ട്രീയം. ഉചിതമായ സ്ഥലത്ത് എയിംസ് സ്ഥാപിക്കുമെന്നും സുരേഷ് ഗോപി കോഴിക്കോട് പറഞ്ഞു. എയിംസ് കോഴിക്കോട്ടുകാരുടെ മാത്രം സ്വപ്നമല്ല, മലബാറിന്റെ ആവശ്യമാണെന്നാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ കോഴിക്കോട്ടെ നിയുക്ത MP MK രാഘവൻ പറഞ്ഞത്. സുരേഷ് ഗോപി തൃശൂരിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്നായിരുന്നു MK രാഘവന്റെ പരാമർശം. എന്നാൽ MK രാഘവന്റേത് ദുരുദ്ദേശപരമായ രാഷ്ട്രീയമാണെന്നാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. എയിംസ് കോഴിക്കോട് തന്നെ വരണമെന്ന് പറയാൻ MK രാഘവന് അവകാശമുണ്ടെന്ന് പ്രതികരിച്ച സുരേഷ് ഗോപി തനിക്കും അതേ അവകാശമുണ്ടെന്ന് പറഞ്ഞു. 2016 തന്നെ എയിംസ് സംബന്ധിച്ച വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതാണെന്നും അത് പറയേണ്ടിടത്ത് ഇനിയും പറയുമെന്നും MK രാഘവന് സുരേഷ് ഗോപി മറുപടി നൽകി. എനിക്കും എൻ്റെതായ അവകാശമുണ്ട്. എൻ്റെ അവകാശം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. അദ്ദേഹം പറഞ്ഞതിലാണ്. കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് കോഴിക്കോട് ജില്ലയിൽ BJP പ്രവർത്തകർ ഒരുക്കിയത്. ഡൽഹിയിൽ നിന്ന് കോഴിക്കോട് എത്തിയ സുരേഷ് ഗോപി ഇന്ന് രാവിലെ തളി മഹാശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശേഷം BJP ജില്ലാ കമ്മിറ്റി ഓഫീസായ മാരാർജി ഭവനിലെത്തി പുഷ്പാർച്ചനയും നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശും യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽകൃഷ്ണനും മറ്റു BJP സംസ്ഥാന നേതാക്കളും സുരേഷ് ഗോപിക്ക് ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.